പോലെ തമിഴ്നാടും ബി.ജെ.പിക്ക് കച്ചമുറുക്കാൻ കഴിയാത്ത സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് മുൻകൂട്ടി അറിയാനും സാധിക്കും. ഇപ്പോൾ പുതിയ സർവേ കൂടി പുറത്തു വന്നതോടെ തമിഴ്നാട്ടിലെ ഏകദേശ ചിത്രം കിട്ടിക്കഴിഞ്ഞു. അതെ, തമിഴ്നാട്ടിൽ വമ്പൻ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് DMKയുടെ സർവേ പറയുന്നത്. ബി.ജെ.പി വട്ടപൂജ്യമാകുമെന്നും സർവേയിൽ പറയുന്നുണ്ട്. ഏപ്രിൽ 19-ന് തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് DMK നേതൃത്വം സർവേ നടത്തിയത്. സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യം അനായാസം ജയിക്കുമെന്ന് DMK സർവേ പറയുന്നു. DMKയിലെ പ്രമുഖർ ചേർന്നാണ് ഈ സർവേ തയ്യാറാക്കിയത്. 32 സീറ്റുകളിൽ DMK സഖ്യം വമ്പൻ വിജയം നേടുമെന്നാണ് സർവേ പറയുന്നത്. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMK സഖ്യം വിജയിച്ച സീറ്റുകളാണിത്. അതിലെല്ലാം വമ്പൻ ജയം ഇന്ത്യ സഖ്യം നേടുമെന്നും സർവേ വ്യക്തമാക്കി. 7 സീറ്റുകളിൽ അണ്ണാ DMKയുമായി DMK സഖ്യം മത്സരം നേരിടുന്നുണ്ട്. ഇവയിൽ ചെറിയ മാർജിനിൽ വിജയിച്ച് കയറുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട്. തേനി, തിരുനെൽവേലി, ട്രിച്ചി, പൊള്ളാച്ചി, രാമനാഥപുരം അടക്കമുള്ള 7 സീറ്റുകളിലാണ് അണ്ണാ DMKയിൽ നിന്ന് കടുത്ത മത്സരം DMK നേരിടുന്നത്. മത്സരം കഠിനമാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി വരുമെന്നാണ് സർവേ പറയുന്നത്. ഒറ്റ സീറ്റിലും ബി.ജെ.പി വിജയിക്കില്ലെന്ന് സർവേ അടിവരയിട്ട് പറയുന്നുണ്ട്. ഒരു സീറ്റിൽ കടുത്ത മത്സരം നേരിടുന്നുണ്ടെന്നും സർവേ പറയുന്നു. അവിടെ വിജയിക്കുക അങ്ങേയറ്റം കഠിനമായിരിക്കുമെന്നും സർവേ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഏതാണ് ത്രില്ലർ പോരാട്ടം നടക്കുന്ന സീറ്റ് എന്ന് DMK വെളിപ്പെടുത്തിയിട്ടില്ല. DMK സംസ്ഥാനത്ത് എല്ലാ സീറ്റും തൂത്തുവാരാൻ സാധ്യതയുമുണ്ട്. എന്നാൽ ഈ സീറ്റ് അതിനെ തടഞ്ഞേക്കുമെന്നാണ് സർവേ പറയുന്നത്. കല്ലക്കുറിച്ചിയോ ധർമ്മപുരിയോ ആയിരിക്കും ഈ സീറ്റ് എന്നാണ് അഭ്യൂഹങ്ങൾ. 80%-ലധികം പോളിംഗ് രേഖപ്പെടുത്തിയ സീറ്റാണിത്. 69.72% തമിഴ്നാട്ടിലെ പോളിംഗ് ശതമാനം. 2019-നെ അപേക്ഷിച്ച് ഇത് കുറവാണ്. 72%-ലധികം പോളിംഗ് ഉണ്ടായിരുന്നു 2019-ൽ. ഇതാണ് DMKക്ക് പ്രതീക്ഷ നൽകുന്നത്. അതേസമയം സഖ്യസാധ്യതകൾ എത്രത്തോളം ശക്തമായിരുന്നു എന്ന് പരിശോധിക്കാൻ കൂടിയാണ് സർവേ നടത്തിയത്. ജില്ലാ അധ്യക്ഷന്മാരുടെയും മണ്ഡലങ്ങളുടെ ചുമതലയുള്ള മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങൾ പ്രത്യേകം വിലയിരുത്തിയിട്ടുണ്ട്. അതേസമയം 6.23 കോടി വോട്ടർമാരാണ് തമിഴ്നാട്ടിൽ ജനവിധി നിർണയിക്കുന്നത്. തമിഴ്നാട് ഇത്തവണ കടുത്ത ത്രികോണ മത്സരത്തിനാണ് വേദിയായത്. DMK, അണ്ണാ DMK, ബി.ജെ.പി എന്നീ കക്ഷികളുടെ നേതൃത്വത്തിൽ വീറും വാശിയുമേറിയ പോരാട്ടമാണ് നടന്നത്. ഇന്ത്യ സഖ്യത്തിൽ DMKയോടൊപ്പം കോൺഗ്രസ്, CPM, CPI, VCK, മുസ്ലിം ലീഗ്, കമൽഹാസന്റെ മക്കൾ നീതിമയം തുടങ്ങിയ പാർട്ടികളും ഏതാനും ചെറുകക്ഷികളുമുണ്ട്. എന്നാൽ അണ്ണാ DMKക്ക് ഇനിയും സഖ്യബന്ധം അന്തിമമാക്കാനായിട്ടില്ല. PMKയുമായും DMKയുമായും ചർച്ചകൾ തുടരുകയാണ്. ഇരു കക്ഷികളും രാജ്യസഭാ സീറ്റുകൾക്ക് വാശി പിടിക്കുന്നതാണ് അണ്ണാ DMKയെ അലോസരപ്പെടുത്തുന്നത്. നിലവിൽ അണ്ണാ DMKയ്ക്കൊപ്പം ഇപ്പോഴുള്ളത് ഏതാനും ചെറുകക്ഷികൾ മാത്രമാണ്. NDA സഖ്യത്തിൽ ബി.ജെ.പിക്കൊപ്പം GK വാസൻ നയിക്കുന്ന തമിഴ് മാനില കോൺഗ്രസും നടൻ ശരത് കുമാറിന്റെ സമത്വ മക്കൾ കക്ഷിയുമാണുള്ളത്. TTV ദിനകരന്റെ നേതൃത്വത്തിലുള്ള അമ്മ മക്കൾ മുന്നേറ്റ കഴകം ബി.ജെ.പിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. എങ്കിലും തമിഴ്നാട് വിട്ടുകൊടുക്കാതിരിക്കാൻ DMK അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുമുണ്ട്.